അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്തെല്ലാം ചങ്ങായിമാരെ, എല്ലാവരും ഇതൊന്ന് വായിക്കണേ. നിങ്ങൾ പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. എന്താണെന്ന് അറിയാം, നാട്ടിൽ നിൽക്കുമ്പോൾ ക്യാഷൊന്നും ഉണ്ടാവില്ല, അതൊക്കെ റെഡിയാണ്. പക്ഷേ ഇവിടെ നിന്നിട്ട് 20-25 വർഷം നിന്നിട്ട് ഒരു വട്ടപൂജ്യത്തിൽ സീറോയിൽ പോകുന്ന എത്ര പേരുണ്ട് അല്ലേ? ചിലപ്പോൾ ടിക്കറ്റ് പോലും എടുക്കാൻ പൈസ ഇല്ലാതെ റൂമിലുള്ളവർ തിരിച്ചു കൊടുത്തിട്ടൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് എക്സിറ്റിൽ നാട്ടിൽ പോകുന്ന എത്രയോ പേരുണ്ട്. ഇവിടെ നിന്നിട്ടും ക്യാഷ് ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ. എന്നാലോ പ്രവാസ ലോകത്ത് നിന്ന് കോടികൾ ഉണ്ടാക്കി വല്ല ബിസിനസ് തുടങ്ങിയവരും ഉണ്ട് കേട്ടോ. പക്ഷേ ഞാനൊരു കാര്യം മനസ്സിലാക്കി എന്താണെന്നറിയാം, ഇതിനേക്കാളും നന്നായിട്ട്, പ്രവാസ ലോകത്തിനേക്കാളും നന്നായിട്ട് നാട്ടിലുള്ളവർ ജീവിക്കുന്നുണ്ട്. അവരടുത്ത് ബാലൻസ് ഒന്നും ഇല്ലെങ്കിലും ജീവിതം നല്ല നിലയിൽ പോകുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നാട്ടിലുള്ള കൂലിപ്പണിക്ക് പോകുന്നവൻ്റെ കയ്യിൽ വരെ 1-2 വണ്ടികളാണ് കേട്ടോ. പണിക്കുവാനൊരു വണ്ടി, പണി കഴിഞ്ഞു വന്നാലോ കറങ്ങാൻ, ഫാമിലി ആയിട്ട് കറങ്ങാനൊരു വണ്ടി, എല്ലാ ഞായറാഴ്ചയും ട്രിപ്പ് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഞാൻ ഈ പ്രാവശ്യം പോയപ്പോൾ ഒരുപാട് പേരെ കണ്ട, അവരൊക്കെ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഒരു കാര്യം എല്ലാവരോടും പറയാനുള്ളൂ, പ്രവാസ ലോകത്തുള്ള എല്ലാവരും, ഞാനടക്കം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാം. നമ്മളെ കയ്യിലൊന്നുമില്ല, നമ്മൾക്കൊന്നും സമ്പാദ്യം ഒന്നുമില്ല എങ്കിൽ, നമ്മൾ നാട്ടിൽ പോയിട്ട് വീണ്ടും ഞങ്ങൾ ജോലി എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നമ്മൾ ഒരാളെ കീഴിൽ പണിയെടുക്കാനുള്ള ആരോഗ്യ ആഫിയത്തും ഇല്ല സമയത്ത് പോയാൽ നമുക്ക് എന്തെങ്കിലുമായിട്ട് പണിയെടുക്കുക, ഒരാളെ കീഴിൽ നിൽക്കുക, എന്തെങ്കിലും ചെയ്യാട്ടാ. ഇല്ലെങ്കിലോ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാനോ ഇതാക്കാനോ വേണം. ഇവിടുന്ന് തന്നെ പോകുമ്പോൾ ആരോടെങ്കിലും വാങ്ങി ടിക്കറ്റ് എടുത്തിട്ട് പോകുന്ന ഞങ്ങൾ നാട്ടിലെത്തിയിട്ട് തുടങ്ങാൻ ആരോട് വാങ്ങാൻ? അപ്പോൾ ഒരാളെ കീഴിൽ പണിയാണെന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ലൊരു ആരോഗ്യമില്ല സമയത്ത് തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ കീഴിൽ പണിയെടുക്കാം. അത് പിന്നെ അങ്ങനെ മരണം വരെ അങ്ങ് പണിയെടുത്ത് പോകാൻ പറ്റും അല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ഒരുപാട് പ്രവാസികൾ നാട്ടിൽ ലീവിന് പോയിട്ട് കുടുങ്ങിയവരും ഉണ്ട് കേട്ടോ. ഇവിടെ വിസയൊക്കെ എക്സിറ്റിൽ പോയിട്ട് കുടുങ്ങിയവരും നാട്ടിലുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇവിടെയൊക്കെ 20-25 കൊല്ലമൊക്കെ നിന്നിട്ട് ജീവിതങ്ങളൊക്കെ പരാജയപ്പെട്ട പ്രവാസികളാണ് അല്ലേ? നാട്ടിലെത്തിയിട്ടെങ്കിൽ 25 വർഷം ഇവിടെ ചിലവാക്കി, 25 വർഷം മരണം വരെ കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ടില്ലത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന മക്കളാവട്ടെ, ഭാര്യ ആവട്ടെ, അവരുടെ കൂടെ മരണം വരെ സന്തോഷമായി നിൽക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ. എല്ലാവരോടും സ്നേഹം മാത്രം.